എല്ലാ ഫാർമസി സ്റ്റുഡൻസിനും ഫാർമ മാജിക് ഫയറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 2025 നടന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 2 പാർട്ട് ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3ാമത്തെ പാർട്ട്, അതായത് 32 മുതൽ 38 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32. റൈറ്റ് ദ സ്റ്റോറേജ് കണ്ടീഷൻസ് ആൻഡ് യൂസസ് ഓഫ് എനി 2 മെഡിസിനൽ ഗ്യാസസ്. അപ്പോൾ നമുക്കറിയാം മെഡിസിനൽ ഗ്യാസസ് എന്ന് പറയുന്നത് ഇൻഹാലൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം വഴി അകത്തേക്ക് എടുക്കുന്ന വേപ്പർ ഫോമിലുള്ള ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിസിനൽ ഗ്യാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഹാലൻസ് ആർ ഡ്രഗ്സ് ഓർ കെമിക്കൽസ് വിച്ച് ഈസ് വേപ്പർ ഫോം ഇൻഹാലൻസ് ഓർ അഡ്മിനിസ്ട്രേറ്റഡ് ത്രൂ റെസ്പിറേറ്ററി സിസ്റ്റം. Okay, some of commonly used medicinal gases are oxygen, carbon dioxide, nitrous oxide, helium, nitrogen, etc. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും 2 മെഡിസിനൽ ഗ്യാസസിനെ കുറിച്ച് എഴുതാൻ. ഓക്കെ, അതിൻ്റെ സ്റ്റോറേജും യൂസസും. ഓക്കെ, അപ്പം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ചിന്തിക്കും മെഡിസിനൽ ഗ്യാസ് ആണോ എന്ന്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് മെഡിസിനൽ ഗ്യാസ് ആണ്. ഓക്കെ, മോർഫിൻ പോയിസണിങ് സമയത്തല്ല നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മെഡിസിനൽ ഗ്യാസസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റെസ്പിറേഷൻ തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, വെറും ഓക്സിജൻ വെച്ച് ഒരിക്കലും റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വേണം. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്റ്റോറേജ് പറയുമ്പോൾ നമ്മൾ ഒരു മെറ്റാലിക് സിലിണ്ടറിലാണ് സാധാരണയായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, മെഡിസിനൽ ഗ്യാസസ് എല്ലാം അങ്ങനെ തന്നെയാണ്, മെറ്റാലിക് സിലിണ്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു കോമൺ പോയിൻ്റായിട്ട് ഫസ്റ്റ് എഴുതാം. സ്റ്റോർഡ് ഇൻ മെറ്റാലിക് സിലിണ്ടർ. എങ്ങനെയാണ് മെറ്റാലിക് സിലിണ്ടറിൻ്റെ അകത്ത് ഗ്യാസ് നിൽക്കുന്നത്? അണ്ടർ കംപ്രഷൻ വഴിയാണ് ഗ്യാസ് അതിൽ ഫില്ല് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് പോയിൻ്റ്, സിലിണ്ടർ ഷുഡ് ബി പെയിൻറ്റഡ് ഗ്രേ. അത് മസ്റ്റായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഓരോ മെഡിസിനൽ ഗ്യാസിനും ഓരോ കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ ആണ്, നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ ആണ്, ഓക്സിജൻ ആണെങ്കിൽ ബ്ലാക്ക് ആണ്. പക്ഷേ അതിൻ്റെ ഷോൾഡറിൽ വന്നിട്ട് വൈറ്റ് ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ ഇതും നിങ്ങൾ നോക്കി വയ്ക്കുക, ഓൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, സ്റ്റോറേജ് ചെയ്യുമ്പോൾ ലേബൽ ഷുഡ് കണ്ടെയ്ൻ നെയിം ഓഫ് ദ ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന നെയിം വേണം, നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്ന നെയിം വേണം. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ കൂടെ സിമ്പലും കൂടെ വേണം, ആൻഡ് ഇറ്റ്സ് സിമ്പൽ. ഓക്കെ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ CO2. കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർഡ് ഇൻ മെറ്റാലിക് സിലിണ്ടർ അണ്ടർ കംപ്രഷൻ. സിലിണ്ടർ ഷുഡ് ബി പെയിൻറ്റഡ് ഗ്രേ. ലേബൽ ഷുഡ് കണ്ടെയ്ൻ നെയിം ഓഫ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഇറ്റ്സ് സിമ്പൽ CO2. ഇനി യൂസസ് നോക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മോർഫിൻ പോയിസണിങ് സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ്ഡ് വിത്ത് ഓക്സിജൻ ടു സ്റ്റിമുലേറ്റ് റെസ്പിറേഷൻ ഇൻ ഗ്യാഷ്യസ് ആൻഡ് മോർഫിൻ പോയിസണിങ് സമയത്തോ അല്ലെങ്കിൽ അഥവാ വേറെ ഏതെങ്കിലും ഗ്യാഷ്യസ് പോയിസണിങ് സമയത്തോ നമ്മൾ എന്ത് ചെയ്യും, റെസ്പിറേഷൻ സ്റ്റോപ്പ് ആകുന്ന ആ സമയത്ത് റെസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ്ഡ് വിത്ത് ഓക്സിജനിൽ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മെഡിസിനൽ ഗ്യാസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇൻഹാലൻസ് ആയിട്ട് കൊടുക്കും. Then second use, helps to regulate acid base balance in our body. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആസിഡ് ബേസ് ബാലൻസ് നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തേർഡ് പോയിന്റ്, യൂസ്ഡ് ടു പ്രിപ്പയർ ലാബ് കെമിക്കൽസ്. പല ലാബ് കെമിക്കൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം കാർബണേറ്റ്. ഓക്കെ, അതേപോലെ യൂസ്ഡ് ടു പ്രിപ്പയർ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ പറയുന്ന പേരാണ് ഡ്രൈ ഐസ്. അതിനെ നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രിസർവേറ്റീവ് ആയിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബയോളജിക്കൽ സാമ്പിൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്, അതായത് ഡ്രൈ ഐസ്. ഓക്കെ, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് ഡ്രൈ ഐസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി, ഓൾസോ യൂസ്ഡ് ഇൻ പ്രിസർവിങ് ബയോളജിക്കൽ സാമ്പിൾ. Aqueous solution of carbon dioxide is called soda water. ഓക്കെ, എയറേറ്റഡ് വാട്ടർ എന്നും പറയും, കാർബണേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാലും എല്ലാം അക്യൂസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡ വാട്ടറിനെ തന്നെയാണ് കാർബണേറ്റഡ് വാട്ടർ എന്ന് പറയുന്നതും എയറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അസിഡിക് ടേസ്റ്റ് ആയിരിക്കും.
ഇനി നൈട്രസ് ഓക്സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോർഡ് ഇൻ മെറ്റാലിക് സിലിണ്ടർ അണ്ടർ കംപ്രഷൻ തന്നെയാണ്. സിലിണ്ടർ ഷുഡ് ബി പെയിൻറ്റഡ് ബ്ലൂ. ഓക്കെ, ബ്ലൂ ആയിരിക്കണം. ലേബൽ ഷുഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ഗ്യാസ് ദാറ്റ് ഈസ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓൾസോ കണ്ടെയ്ൻ സിമ്പൽ N2O. ഓക്കെ, ഇനി അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഇൻഹാലൻസ് ആയിട്ട് യൂസ് ചെയ്യും, ജനറൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യും. അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസും കൂടെയാണ് നൈട്രസ് ഓക്സൈഡ്. പക്ഷേ നൈട്രസ് ഓക്സൈഡ് കൂടുതലായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ച് നേരത്തേക്കേ നിൽക്കത്തുള്ളൂ, ഒരുപാട് സമയത്തേക്ക് അങ്ങനെ നിൽക്കത്തില്ല. അതുകൊണ്ട് നൈട്രസ് ഓക്സൈഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു ഗുഡ് അനാൾജസിക് ആണ്. ഓക്കെ, വേദന സംഹാരി കൂടിയാണ് നൈട്രസ് ഓക്സൈഡ്. യൂസ്ഡ് ഇൻ മൈനർ ഓപ്പറേഷൻ ലൈക്ക് ടൂത്ത് എക്സ്ട്രാക്ഷൻ. പിന്നെ ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള സർജറിക്കൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈ നൈട്രസ് ഓക്സൈഡ്. ലോക്കൽ അനസ്തെറ്റിക് ആയിട്ടൊക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ സിനോണിമും കൂടെ നോക്കി. സിനോണിം എന്ന് പറയുന്നത് ലാഫിംഗ് ഗ്യാസ്, ഡൈ നൈട്രജൻ ഓക്സൈഡ്. ഇത്രയും കൂടെ നോക്കി വയ്ക്കുക. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക് ആണ് കേട്ടോ. കൂടുതൽ നേരം അതിൻ്റെ എഫക്റ്റ് നിൽക്കത്തില്ല, അതുകൊണ്ടാണ് അതിനെ വീക്ക് ജനറൽ അനസ്തെറ്റിക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഗിവ് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് അമോക്സിലിൻ, റൈറ്റ് എ നോട്ട് ഓൺ ടെട്രാസൈക്ലിൻസ്. അമോക്സിലിൻ്റെ കെമിക്കൽ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ടെട്രാസൈക്കിൾസിൻ്റെ കുറിച്ച് എന്തെങ്കിലും എഴുതണം അല്ലേ, അതിലെ നോട്ടൊന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അമോക്സിലിൻ രണ്ടും, അതായത് അമോക്സിലിൻ എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻസ് എന്ന് പറയുന്നത് എല്ലാം ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. മൈക്രോ ഓർഗാനിസം വെച്ച് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് വേരിയസ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ആ ഉണ്ടാക്കിയെടുക്കുന്ന മൈക്രോ ഓർഗാനിസം അതേ മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന ഡിസീസിനല്ല നമ്മൾ കൊടുക്കുന്നത്, വേറൊരു മൈക്രോ ഓർഗാനിസം ഉണ്ടാക്കുന്ന ഡിസീസിനാണ് കൊടുക്കുന്നത്. അതായത് മൈക്രോ ഓർഗാനിസം കൊണ്ട് വേറൊരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഒരു മൈക്രോ ഓർഗാനിസം കൊണ്ട് വേറൊരു മൈക്രോ ഓർഗാനിസത്തിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഏതോ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനോ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ജസ്റ്റ് അമോക്സിലിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ എന്തുവാണ് ടെട്രാസൈക്ലിൻസ് എന്തെന്നും എഴുതണം. ഫസ്റ്റ് നമുക്ക് അമോക്സിലിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതിൻ്റെ ഹെട്രോസൈക്ലിൻ റിംഗ് എന്ന് പറയുന്നത് ബീറ്റാ ലാക്ടർ റിംഗ് ഫ്യൂസ്ഡ് വിത്ത് തയസൊളിഡീൻ റിംഗ് ആണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം തയസൊളിഡീൻ, തയ എന്ന് പറയുമ്പോൾ സൾഫറാണ്, അസ എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് അല്ലേ. അതിൻ്റെ കൂടെ ഒരു വേർഡും കൂടെ വന്നിട്ടുണ്ട് ഇഡീൻ അല്ലേ, തയസൊളിഡീൻ. അപ്പോൾ ഇഡീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സാച്ചുറേറ്റഡ് ആണ്, അതായത് സിംഗിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ട് വരില്ല. ഓക്കെ, അതാണ് തയസൊളിഡീൻ. അടുത്ത ടെട്രാസൈക്ലിൻസ് എന്താണെന്ന് നോക്കാം. ടെട്രാസൈക്ലിൻസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവേ വരുന്ന സാധാരണ ഏതിന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് അല്ലേ. നാരോ സ്പെക്ട്രം എന്നാണ് വന്നിരുന്നെങ്കിൽ എന്താണ്, അതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിസീസിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ബ്രോഡ് സ്പെക്ട്രം അങ്ങനെയല്ല, പൊതുവായിട്ട് കോമൺ ആയിട്ട് ഏത് ഡിസീസ് വന്നാലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ കേസിൽ ടെട്രാസൈക്കിൾസും എന്താണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ്. ഓക്കെ, നമ്മളത് കൊടുക്കുന്നത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മാത്രമല്ല ടെട്രാസൈക്ലിൻസ് ഡിറൈവ് ചെയ്തേക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് സീലി കളർ അങ്ങനെ പറയുന്ന ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ് ടെട്രാസൈക്ലിൻസ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ആ വേർഡിൽ തന്നെ ഉണ്ട് ടെട്രാ മീൻസ് എന്താണ്, 4 അല്ലേ. 4 ടെട്ര എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ട്രൈ എന്നാണ് ഉണ്ടായിരുന്നെങ്കിലോ 3 ആണ്. ഓക്കെ, ടെട്രാ സൈക്ലിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെട്രാസൈക്ലിൻസ് എന്ന് പറയുമ്പോൾ 4 റിങ്. ഓക്കെ, അപ്പോൾ ടെട്രാസൈക്ലിൻസിൻ്റെ ബേസിൽ വരുന്ന എല്ലാ ഡ്രഗ്സിനും എത്ര റിങ് കാണും? 4 റിങ്സ് ഉറപ്പായിട്ടും അതിൻ്റെ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കും. ഓക്കെ,
ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് ആൻറ്റിബയോട്ടിക്സിൽ ഓരോ ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെട്രാസൈക്ലിൻസ്, മാക്രോലൈഡ്സ്, ബീറ്റാ ലാക്റ്റം, ഇതിനെക്കുറിച്ചുള്ള ഓരോന്നിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ആവശ്യമുള്ളവർ അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആൻറ്റിബയോട്ടിക്സ്. അവിടെ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആൻറ്റിബയോട്ടിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ഉണ്ടായിരിക്കും. ടെട്രാസൈക്ലിൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഡെമിക്ലോസൈക്ലിൻ, മെത്താസൈക്ലിൻ. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ചാണ് അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്, അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ടെട്രാസൈക്ലിൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ എന്തൊക്കെ പറയാം? ടെട്രാസൈക്ലിൻസ് ആർ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആക്റ്റീവ് അഗൈൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അടുത്ത സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എന്ത് പറയാം? ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ബാക്ടീരിയം സ്ട്രെപ്റ്റോമൈസസ് സീലികളർ. ഓക്കെ, സ്ട്രെപ്റ്റോമൈസസ് സീലികളറിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു. ദേ ആർ നെയിംഡ് ഫോർ ദെയർ ഫോർ റിങ്സ്. ഓക്കെ, പിന്നെ അതിൻ്റെ ജസ്റ്റ് ആ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എഴുതിയാൽ കുറച്ചുകൂടെ കൊള്ളായിരിക്കും. ഷോർട്ട് ആക്ടിങ്ങിൽ വരുന്നതാണ് ടെട്രാസൈക്ലിൻ, ക്ലോർ ടെട്രാസൈക്ലിൻ. ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്ങിൽ വരുന്നതാണ് ഡെമിക്ലോസൈക്ലിൻ, മെത്താസൈക്ലിൻ. 3 ലോങ് ആക്ടിങ്ങിൽ വരുന്നതാണ് ഡോക്സിസൈക്ലിൻ, മിനോസൈക്ലിൻ. ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്നത് ആൻറ്റി മലേറിയ ഡ്രഗ്സ് ആണ്. മിനോസൈക്ലിൻ ആണെങ്കിൽ ലപ്രസിക്ക് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗും കൂടെയാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. ഡിഫൈൻ ആൻറ്റാസിഡ്സ്. ആഡ് എ നോട്ട് ഓൺ സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് കാൽസ്യം കാർബണേറ്റ്. ഇവിടെ ആൻറ്റാസിഡ് എന്തെന്ന് ഡിഫൈൻ ചെയ്യണം. അതേപോലെ സോഡിയം ബൈകാർബണേറ്റിനെ കുറിച്ചും കാൽസ്യം കാർബണേറ്റിനെ കുറിച്ചും എന്തെങ്കിലും ഒരു ചെറിയ നോട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻറ്റാസിഡ് എന്താണെന്ന് നോക്കാം. ആൻറ്റാസിഡ്സ് ആർ ഏജൻസ് ഓർ ഡ്രഗ്സ് എന്ന് നമുക്ക് പറയാം. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അൻറ്റാസിഡ് ആ വേർഡിൽ തന്നെ ഉണ്ട്, അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ ആൻറ്റി എന്നൊക്കെ വേർഡ് ചേർക്കുന്നത് എന്തിനാണ്? ഓപ്പോസിറ്റ് ആക്ഷൻ. അതായത് ആസിഡ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ അല്ലേ? അസിഡിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റാസിഡ്. ഓക്കെ, ആൻറ്റി മലേറിയ എന്ന് പറഞ്ഞാൽ മലേറിയയ്ക്ക് എതിരായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ആൻറ്റാസിഡ്സ് എന്ന് വെച്ചാൽ ഡ്രഗ്സ് ആണ്. പിന്നെ അവിടെ നടക്കുന്ന ഒരു ആക്ഷനുണ്ട് ആൻറ്റാസിഡ്സിൽ വരുമ്പോൾ. ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ദിസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു ന്യൂട്രലൈസ് എക്സസ് ആസിഡ് ഫോംഡ് ഇൻ ദ സ്റ്റൊമക്ക്. എക്സസ് ആസിഡ് ഫോം ചെയ്തിട്ടുള്ളതിനെ ന്യൂട്രലൈസേഷൻ ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഹൈപ്പർ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദേ ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഹൈപ്പർ അസിഡിറ്റി. അത് അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഈ ഡ്രഗിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വീക്കിലി ആൽക്കലൈൻ നേച്ചറായിരിക്കും. ഓക്കെ, എന്താണ്? ആൽക്കലൈൻ നേച്ചറാണ്. അപ്പോൾ ആ ആൽക്കലൈൻ നേച്ചർ കൊടുക്കുമ്പോഴാണ് ആൽക്കലൈൻ നേച്ചറുള്ള ഡ്രഗ് പോയി ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താവും? അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. പിന്നെ നമുക്ക് ഐഡിയൽ ക്യാരക്ടർ ഓഫ് ആൻറ്റാസിഡ് നമുക്ക് കുറേ എഴുതാൻ പറ്റും. ഇത്രയാണ് ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എഴുതാം ടൈം കിട്ടുകയാണെങ്കിൽ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഇൻസോലബിൾ ഇൻ വാട്ടർ ആൻഡ് ഹാവ് ഫൈൻ പാർട്ടിക്കിൾ സൈസ്. വാട്ടറിൽ ഇൻസോലബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസോ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ആൻറ്റാസിഡ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? പെട്ടെന്ന് സെല്ലിലോട്ട് കയറി ആക്ഷൻ ഉണ്ടാകുള്ളൂ. അടുത്ത സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബിൾ ഇൻ ബ്ലഡ് ഓർ കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്. ഓക്കെ, എന്താണ്? ഇത് ഒരിക്കലും ബ്ലഡിൽ അബ്സോർബ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എന്താണ്? ഡ്രഗ് ബ്ലഡിൽ അബ്സോർവ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രഗ് എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചറാണ് അല്ലേ? അപ്പോൾ ഈ ഡ്രഗ് ബ്ലഡിൽ കയറി ഉള്ള ബ്ലഡിനെ കുറച്ചും കൂടെ എന്താണ്? ആൽക്കലൈൻ ക്യാരക്ടർ കൂട്ടിക്കളയും. അങ്ങനെ നമുക്ക് അവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? സിസ്റ്റമിക് ആൽക്കലോസിസ്. ബ്ലഡിൽ ഫുള്ളും ആൽക്കലൈഡ് അളവ് കൂടി എന്താണ്? ബൈകാർബണേറ്റ് അളവൊക്കെ കൂട്ടി നമ്മുടെ മെറ്റബോളിസത്തിനെല്ലാം ടോട്ടലായിട്ട് ബാധിക്കും. ഓക്കെ, സോ എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബിൾ ഇൻ ബ്ലഡിൽ അബ്സോർബ് ആവാൻ പാടില്ല. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി റാപ്പിഡ്ലി ആക്ടിങ് വിത്ത് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഓക്കെ,
ഇതിനെന്തോന്നുണ്ടായിരിക്കണം, റാപ്പിഡ്ലി ആക്ടിങ് ആയിരിക്കണം. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, വിത്തിൻ മിനിറ്റ്സിൽ തന്നെ അതിൻ്റെ ആക്ഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആ ആക്ഷൻ ഉണ്ടായി ഉടൻ പോവുകയല്ല, എന്താണ്, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, കുറേ സമയം അതിൻ്റെ ആക്ഷൻ നിൽക്കുകയും വേണം. ഓക്കെ, പെട്ടെന്നും നമുക്ക് ആക്ഷൻ നടക്കുകയും ചെയ്യണം, അത് കുറേ സമയം നമുക്ക് അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അതാണ് ഇറ്റ് ഷുഡ് ബി റാപ്പിഡ്ലി ആക്ടിങ് വിത്ത് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അങ്ങനെ നമുക്ക് പറയാം. അടുത്ത 4th പോയിന്റ് ആയിട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ലാക്സേറ്റീവ് ഓർ നോട്ട് കോസ് കോൺസ്റ്റിപ്പേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. ക്ലാസിഫൈ ആൻഡ് മലേറിയൽസ്. ഗീവ് ദ സ്ട്രക്ചർ ആൻഡ് IUPAC നെയിം ഓഫ് ക്ലോറോക്വിൻ. ഇവിടെ ആൻറ്റി മലേറിയൽ ഡ്രഗ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും അതോടൊപ്പം ക്ലോറോക്വിനിൻ്റെ സ്ട്രക്ചറും IUPAC നെയിമും കൂടെ എഴുതുമ്പോഴാണ് 5 മാർക്ക് കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് ജനറൽ ക്ലാസിഫിക്കേഷൻ നോക്കാം ആൻറ്റി മലേറിയൽസിൻ്റെ. ക്വിനോലിൻ ഡെറിവേറ്റീവ്സ് 4 അമിനോ ക്വിനോലിൻ, 8 അമിനോ ക്വിനോലിൻ, ക്വിനോലിൻ മെത്തനോൾ. അതിൽ 4 അമിനോ ക്വിനോലിൽ വരുന്ന ഡ്രഗ്സാണ് ക്ലോറോക്വിൻ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, അമോഡയാക്വിൻ. ഓക്കെ, അടുത്ത് അതിൻ്റെ രണ്ടാമത്തെ സബ് ഡിവിഷൻ 8 അമിനോ ക്വിനോലിൻ, പ്രൈമാക്വിൻ, പാമാക്വിൻ, ബുലാക്വിൻ. ക്വിനോലിൻ മെത്തനോൾ മൂന്നാമത്തെ സബ് ഡിവിഷൻ മെഫ്ലോക്വിൻ. ഓക്കെ, ഇത്രയും ക്വിനോലിൻ ഡെറിവേറ്റീവ്സ് ആണ്. ദെൻ സെക്കൻഡ് അമിനോ ആൽക്കഹോൾസ്, ഹാലോഫാൻഡ്രിൻ, ലുമിഫാൻഡ്രിൻ. 3 നാഫ്തോക്വിനോൺ, അറ്റോവക്കോൺ. 4 സെസ്ക്യൂടെർപ്പിൻ ലാക്ടോൺസ്, ആർട്ടീതർ, ആർട്ടിമീതർ, ആർട്ടിസുനേറ്റ്, ആർട്ടിമിസിനൻ. 5 അക്രിഡിൻ ഡ്രഗ് മെപ്പാക്രൈൻ. 6 സിങ്കോണോ ആൽക്കലോയിഡ്സ് ഡ്രഗ്സ് ക്വിനൈൻ, സിങ്കോനൈൻ. 7 സൾഫോണമൈഡ്സ് ആൻഡ് ഡ്രഗ്സ് സൾഫാഡോക്സിൻ, ഡാപ്സൺ, സൾഫാമെത്തോപൈറസിൻ. 8 ബൈഗോനൈഡ് ഡ്രഗ്സ് പ്രോഗോനൈൽ, സൈക്ലോഗോനൈൽ. 9 ആൻറ്റിബയോട്ടിക്സ് ഡോക്സിസൈക്ലിൻ, ടെട്രാസൈക്ലിൻ, ക്ലിൻഡാമൈസിൻ. 10 ഡൈ അമിനോ പിരമിഡിൻ ഡ്രഗ്സ് പൈറിമെത്തമിൻ. ഇവിടെ ഞാൻ ക്ലോറോക്വിനിൻ്റെ അതേപോലെ മെഫ്ലോക്വിനിൻ്റെ സ്ട്രക്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലോറോക്വിനിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ക്ലോറോക്വിനിൻ്റെ IUPAC നെയിം നോക്കാം. 7 ക്ലോറോ 4 ഡൈ ഈതൈൽ അമിനോ 1 മീതൈൽ ബ്യൂട്ടൈൽ അമിനോ ക്വിനോലിൻ. ഹെട്രോസൈക്ലിക് റിംഗ് എന്ന് പറയുന്നത് ക്വിനോലിനാണ്. അപ്പോൾ ബേസിക് റിംഗ്. അതിൻ്റെ 7th പൊസിഷനിൽ ഒരു ക്ലോറിൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4ാമത്തെ പൊസിഷനിൽ ക്വിനോലിൻ്റെ 4ാമത്തെ പൊസിഷനിൽ വന്നിട്ട് ആണ് ബാക്കി എല്ലാ കോമ്പൗണ്ടും വരുന്നത്. അതായത് ഒരു ഡൈ ഈതൈൽ അമിനോ. ഓക്കെ, 4 പൊസിഷനിൽ വന്നിട്ട് ഒരു ഡൈ ഈതൈൽ, 2 ഈതൈൽ ഗ്രൂപ്പും അമിനോ, അതാണ് N എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1 മീതൈൽ ബ്യൂട്ടൈൽ. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഗിവ് ദ കെമിക്കൽ നെയിം, കെമിക്കൽ സ്ട്രക്ചർ ആൻഡ് യൂസ് ഓഫ് INH. നമുക്കറിയാം INHൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഐസോനിക്കോട്ടിനിക് ഹൈഡ്രോസൈഡ്. ഓക്കെ, അതായത് ഐസോനിയോസിനാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പിരിഡിൻ 4 കാർബോഹൈഡ്രോസൈഡ് ആണ്. പിരിഡിൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നൈട്രജൻ വരും. അതിൻ്റെ 4ാമത്തെ പൊസിഷനിൽ കാർബോഹൈഡ്രോസൈഡ് CONH2. ഓക്കെ, അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് ആൻറ്റി ട്യൂബർക്കുലാർ ഏജൻറ്റ് യൂസ്ഡ് ഇൻ മൾട്ടി ഡ്രഗ് തെറാപ്പി വിത്ത് റിഫാംപിസിൻ ആൻഡ് എത്താംബ്യൂട്ടോൾ. ഓക്കെ, ഇത് രണ്ടാണ് യൂസായിട്ട് എഴുതേണ്ടത്. അതായത് ട്യൂബർക്കുലോസിസിന് യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ മൾട്ടി ഡ്രഗ് തെറാപ്പിക്കൊക്കെ നമ്മൾ റിഫാംപിസിൻ്റെയും എത്താംബ്യൂട്ടോളിൻ്റെയും കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഐസോനിയാസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഡിഫൈൻ ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ് വിത്ത് എക്സാമ്പിൾസ്. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ഡയസെപ്പാം. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. ഹിപ്നോട്ടിക്സ് സെഡേറ്റീവ്സും ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ എഴുതാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും കൂടെ ആകും. സെഡേറ്റീവ്സ് ഹിപ്നോട്ടിക്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലേ. അതായത് അതിൻ്റെ യൂസ് എന്താണ്, രണ്ടും ആണെങ്കിലും റെഡ്യൂസ് ദ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് കാം ദ പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻസിലുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ പേഷ്യൻസിനെ കാം ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് സെഡേറ്റീവ് ആയിരുന്നാലും ഹിപ്നോട്ടിക്സ് ആയിരുന്നാലും. ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പം സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,
നോർമൽ സ്ലീപ്പ് പോലുള്ള ഒരു സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് അത് പേഷ്യൻറ്റിനെ കാമാക്കുന്നത്. ഓക്കെ, സെഡേറ്റീവ്സ് എന്ന് പറയുമ്പം വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സ്ലീപ്പ്, ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പോൾ വിത്ത് പ്രൊഡ്യൂസ് സ്ലീപ്പ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മെക്കാനിസം. ഹിപ്നോട്ടിക്സ് ഓൾസോ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻസോംനിയ. ഉറക്കമില്ലായ്മയ്ക്കും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യും? ഹിപ്നോട്ടിക്സ് യൂസ് ചെയ്യും. ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മയാണ്, അതായത് സ്ലീപ്ലെസ്നെസ്. അപ്പോൾ രണ്ടിൻ്റെയും ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ബാർബിച്ചുറേറ്റ്സ്, അതിൻ്റെ 3 സബ് ഡിവിഷൻ ഉണ്ട്. ലോങ് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സ്, ഷോർട്ട് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സ്, അൾട്രാ ഷോർട്ട് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സ്. അതിൽ ലോങ് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഫീനോ ബാർബിറ്റോൺ, മെഫോ ബാർബിറ്റോൺ. ഷോർട്ട് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സിൽ വരുന്നതാണ് ബ്യൂട്ടാ ബാർബിറ്റോൺ, സീക്കോ ബാർബിറ്റോൺ, പെൻഡോ ബാർബിറ്റോൺ, അമോ ബാർബിറ്റോൺ. അതിൽ അൾട്രാ ഷോർട്ട് ആക്റ്റീവ് ബാർബിച്ചുറേറ്റ്സിൽ വരുന്നതാണ് തയോപെൻറ്റോൺ സോഡിയം, മെത്തോഹെക്സിറ്റോൺ സോഡിയം. ഓക്കെ, രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ബെൻസോഡയസപ്പീൻസ് ആണ്. അതിൽ വീണ്ടും 3 സബ് ഡിവിഷൻ ഉണ്ട്. ഹിപ്നോട്ടിക്സ്, ആൻറ്റി ആൻസൈറ്റി, ആൻറ്റി കൺവൾസൻറ്റ്. അതിൽ ഹിപ്നോട്ടിക്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഡയസപ്പാം, നൈട്രാസപ്പാം, അൽപ്രാസോളം. ഓക്കെ, ഇത് 3ഉം ഓർമ്മിച്ച് വെച്ചേക്കാൻ വേണ്ടി DNA എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് വെക്കാം. ഡയസപ്പാം ഡി, നൈട്രാസപ്പാം ഫസ്റ്റ് ലെറ്റർ N ആണ്, അൽപ്രാസോളം A. ജസ്റ്റ് DNA എന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ അത് 3 ഡ്രഗ്സും കിട്ടും. ഓക്കെ, അടുത്ത ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സ് ആണ് ഡയസപ്പാം, അൽപ്രാസോളം. 3 ആൻറ്റി കൺവൾസൺ ഡ്രഗ്സ് ഡയസപ്പാം, ക്ലോനാസെപ്പാം, ലോറാസെപ്പാം. ഓക്കെ, മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പം ന്യൂവർ നോൺ ബെൻസോഡയസപ്പീൻസ്, ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന ഡ്രഗ്സ് ആണ് ഇതെല്ലാം. സോപ്പിക്ലോൺ, സോൾപിഡം, സാലിപ്ലോൺ. നാലാമത്തെ ഡിവിഷൻ മിസല്ലേനിയസ് ഡ്രഗ്സ്, ദാറ്റ് ഈസ് ക്ലോറാൽ ഹൈഡ്രേറ്റ്, ട്രൈക്ലോഫോസ്. ആനമൈക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്രഗാണ് ക്ലോറാൽ ഹൈഡ്രേറ്റ്. അടുത്ത് ഡയസപ്പാമിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഡയസപ്പാമിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് 7-ക്ലോറോ, അതായത് 7th പൊസിഷനിൽ ഒരു ക്ലോറിൻ. അടുത്ത് 1,3 ഡൈഹൈഡ്രോ, 2 ഹൈഡ്രജൻ വന്ന് ചേരും. അതെവിടേക്കാണ്? 1ലും 4ലും. അടുത്ത് ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ, 5th പൊസിഷനിലാണെങ്കിൽ ഒരു ഫിനൈൽ, അതായത് ഒരു ബെൻസീൻ റിങ് 5ാമത്തെ പൊസിഷനിൽ. അടുത്ത് 1,4 ബെൻസോഡയസപ്പീൻ, നമുക്കറിയാം അസ ഗ്രൂപ്പ്, നൈട്രജൻ ഗ്രൂപ്പിനെയാണ് അസ എന്ന് പറയുന്നത്. അതെവിടേക്കാണ്? 1ലും 4ലും, അതാണ് 1,4 ബെൻസോഡയസപ്പീൻ എന്ന് പറയുന്നത്. അടുത്ത 2nd പൊസിഷനിലും ഒരു കീറ്റോൺ ഗ്രൂപ്പ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ONE എന്ന് വന്നത്. Question number 38. Classify NSAIDs. Write a note on narcotic analgesics. NSAIDs എന്ന് വെച്ചാൽ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആണ്. അതായത് ഈ മെഡിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? റെഡ്യൂസ് ദ പെയിൻ ആൻഡ് ഓൾസോ ഇൻഫ്ലമേഷൻ ആൻഡ് ഓൾസോ ലോവർ ദ എലിവേറ്റഡ് ബോഡി ടെമ്പറേച്ചർ. അതായത് പെയിൻ മാറ്റാനും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും നീരുണ്ടെങ്കിൽ അത് മാറ്റാനും, അതോടൊപ്പം തന്നെ എന്താണ് ബോഡി ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നെങ്കിൽ അത് കുറയ്ക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് NSAIDs എന്ന് പറയുന്നത്. ഓക്കെ, അത് നോൺ സ്റ്റീറോയിഡലാണ്. സ്റ്റീറോയിഡ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അത് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ ഇത് കൊളസ്ട്രോൾ അല്ലാത്ത ഡ്രഗ്സ് ആണ്. മനസ്സിലായോ? അതായത് കൊളസ്ട്രോൾ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. നമുക്ക് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. മെയിനായിട്ട് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ്, പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സ്, സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ്, അനാൽജസിക്, ആൻറ്റിപാരറ്റിക്സ് വിത്ത് പ്യുവർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ. ഇങ്ങനെ 4ആയിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡ്രഗ്സും കൂടെ നോക്കാം. അതിൽ നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ്, അതായത് COX-1നെയും COX-2നെയും രണ്ടിനെയും ഒരേപോലെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസിയാണ് നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. നോൺ സെലക്റ്റീവ് ആണ്, രണ്ടിനെയും ഒരേപോലെ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നിനെ സെലക്ട് ചെയ്ത് ഒന്നിനെ മാത്രമല്ല, രണ്ടിനെയും ഒരേപോലെ. അതാണ് നോൺ സെലക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സും ഡിവിഷനുമാണ് സാലിസിലേറ്റ്സ് ഡ്രഗ്സ്, ആസ്പിരിൻ, ഓക്സിക്കാം ഡെറിവേറ്റീവ്സ്, പൈറോസിക്കാം, ടീനോക്സിക്കാം, ആന്ത്രാനിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ്, മെഫനമിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ്, ഇബുപ്രൂഫൻ, പൈറോൾ ഡെറിവേറ്റീവ്, കീറ്റോറോളാക്ക്, അറൈൽ അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്,
ഡൈക്ലോഫെനാക്, അസിക്ലോഫെനാക്. പൈറസലോൺ ഡെറിവേറ്റീവ്സ് ഫിനൈൽ ബ്യൂട്ടസോൺ, ഓക്സിഫെൻ ബ്യൂട്ടസോൺ. ഇൻഡോൾ ഡെറിവേറ്റീവ്സ് ഇൻഡോമെത്താസീൻ. സെക്കൻഡ് ഡിവിഷൻ പ്രിഫറൻഷ്യൽ കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്, അതായത് രണ്ടിനെയും ഇൻഹിബിറ്റ് ചെയ്യും, അതായത് കോക്സ് 1നെ ഇൻഹിബിറ്റ് ചെയ്യും, കോക്സ് 2നെയും. പക്ഷേ കോക്സ് 2നാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. അതാണ് പ്രിഫറൻഷ്യൽ കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്. അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് നിമിസുലൈഡ്, മെലോക്സിക്കാം. ദെൻ തേർഡ് സെലക്റ്റീവ് കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, കോക്സ് 2നെ മാത്രം സെലക്ട് ചെയ്ത് അതിനെ മാത്രം ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ല ഡ്രഗ്സ് ആണ് സെലികോക്സിബ്, എറ്റോറികോക്സിബ്. ദെൻ ഫോർത്ത് അനാൾജസിക്, ആൻറ്റിപൈററ്റിക് ആണ്. അതേപോലെ തന്നെ പ്യുവർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സാണ് ഡ്രഗ്സും ഡിവിഷനും പാരാഅമിനോഫീനോൾ. അതിൽ വരുന്നതാണ് പാരസെറ്റമോൾ. ഓക്കെ, നമുക്കറിയാം ആൻറ്റിപൈററ്റിക് ആക്ഷൻ അല്ലേ, ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഡ്രഗാണ് പാരസെറ്റമോൾ. പക്ഷേ അതിനൊക്കെ പ്യുവർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊന്നും അത് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അടുത്ത് പൈറസലോൺ ഡെറിവേറ്റീവ്സ് ഡ്രഗ് മെറ്റാമിസോൾ. ദെൻ തേർഡ് ബെൻസോക്സസോസിൻ ഡെറിവേറ്റീവ് ഡ്രഗ് നെഫോപ്പാം.